അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ അദ്ദേഹം അടുത്ത കാലത്ത് വീൽ ചെയർ ഉപയോഗിക്കുന്നെങ്കിലും അതിനു മുൻപ് അദ്ദേഹത്തെ കണ്ടിട്ട് മുറിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ പരിശുദ്ധ പിതാവ് കൂട്ടത്തിൽ വരും. രണ്ടാം പ്രാവശ്യം ഞാൻ കാണാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവ് വരരുത്, ലിഫ്റ്റിലേക്ക് നടന്നു വരികയാണ് നമ്മളെ യാത്രയാക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിതാവ് വരേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, എനിക്ക് വരണം. അപ്പോൾ അദ്ദേഹത്തിന് ഈസ് എ മാൻ ഓഫ് ഹ്യൂമർ. അപ്പം അദ്ദേഹം പറയും, രണ്ട് കാര്യം കൊണ്ടാണ് ഞാൻ ലിഫ്റ്റ് വരെ വന്ന് യാത്രയാക്കുന്നത്. ഒന്ന്, എന്നെ കാണാൻ വന്ന ആളെ തിരിച്ചുപോയി എന്ന് ഉറപ്പാക്കണം. അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയും, വരുന്നവരൊന്നും ഇവിടുന്നൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഈസ് എ മാൻ ഓഫ് ഹ്യൂമർ. അത് ഞാനൊരു കർദിനാൾ എന്ന നിലയിൽ കാണിക്കുന്ന ഒരു സ്നേഹം എന്നത് സ്വാഭാവികമായി നിങ്ങൾ കരുതും. എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ ചെന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പ ലിഫ്റ്റിൽ കൊണ്ട് യാത്രയാക്കിയിട്ട് തിരികെ പോവുകയും, ഇതൊരു സാധാരണ ഒരു ക്രമമല്ല ഒരു മാർപ്പാപ്പയെ സംബന്ധിച്ച്. നമ്മുടെ സഭാപിതാക്കന്മാർ, ഈ ഓർത്തഡോക്സ് സഭയിലെയൊക്കെ പാത്രിക്കീസ്മാരും കാതോലിക്കമാരും ഒക്കെ അവിടെ റൂമിൽ ചെന്നപ്പോൾ അവരെ പങ്കുവച്ചിട്ടുള്ള അത്ഭുതപ്പെടുത്തിയ കാര്യം, എയർപോർട്ടിലേക്ക് പോകാൻ ഇവര് അതിരാവിലെ റെഡിയായി നിൽക്കുമ്പോൾ ഇവർ പോകുന്ന സ്ഥലത്തെ ലിഫ്റ്റിന്റെ വാതിക്കൽ ഫ്രാൻസിസ് പാപ്പ ഉണ്ടാകും, നല്ല യാത്ര ആശംസിക്കാൻ. ഒരു കീഴ്വഴക്കം അങ്ങനെ സാധാരണ അവിടെ ഇല്ല. പക്ഷെ ഫ്രാൻസിസ് പാപ്പ അതിനെ അതിജീവിക്കുന്ന ഒരു ബന്ധത്തിന്റെ ഉടമയായി പാവപ്പെട്ട മനുഷ്യരോട് കാട്ടിയിട്ടുള്ള സ്നേഹവും വാത്സല്യവും. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നെ അന്നും ഇന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം, 2013 മാർപ്പാപ്പയായി അദ്ദേഹത്തെ ഞാൻ ഉൾപ്പെടുന്ന ഈ കോൺക്ലേവ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുമ്പോൾ വിനയാന്വിതനായി അദ്ദേഹം അത് സ്വീകരിക്കുന്നു. എന്ത് പേരാണ് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്നു. അതിനുശേഷം ജനാൽക്കൽ വന്ന് ലോകത്തെ അഭിസംബോധന ചെയ്യുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ജന്മനാട്ടിൽ ഒരിക്കൽ പോലും സന്ദർശനത്തിന് പോയിട്ടില്ല. ഞാൻ ഒന്നിലധികം തവണ പാപ്പയോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് നാട്ടിൽ പോകുന്നത്, ബ്യൂണസ് അയേഴ്സിൽ എന്നാണ് വിസിറ്റ്. അദ്ദേഹം പറയും, എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, സമയമുണ്ട് എന്ന് പറയും. അദ്ദേഹം നാട്ടിൽ പോയിട്ടില്ല എന്ന് ഒരു കാര്യം പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ ആത്മീയത നമ്മൾ സാധാരണ അളവുകോല് കൊണ്ട് അളന്നാൽ ലഭിക്കാത്ത ഒരു ആത്മീയതയാണ്. ആരാണ് ഇഷ്ടപ്പെടാത്തത് മാർപ്പാപ്പയായതിനു ശേഷം സ്വന്തം നാട്ടിൽ പോയി എല്ലാവരെയും കണ്ട് താൻ താമസിച്ച മുറിയിലൊന്ന് കയറി അവിടെ എന്തെങ്കിലും ഇനി എടുക്കാനുണ്ടോ, അവിടെ വയ്ക്കാനുണ്ടോ എന്നൊന്ന് സാധാരണ ഒരു മാനുഷിക ഒരു ചിന്ത ആർക്കാണ് വരാത്തത്? ഫ്രാൻസിസ് മാർപ്പാപ്പ താൻ ജനിച്ച സ്ഥലത്തേക്ക് അങ്ങനെ ഒരു ഉദ്വേഗമോ ആകാംക്ഷയോ അമിതമായ താല്പര്യമോ പ്രകടിപ്പിച്ച് അദ്ദേഹം പോയിട്ടില്ല. അതെന്നെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണശേഷം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈസ് എ മാൻ ഓഫ് ഡിഫറൻസ്. വ്യത്യാസങ്ങളുടെ ഒരു ആത്മീയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നാമത്തിൽ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഇതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സഭയുടെ ഈ നിമിഷങ്ങളിലെ പ്രാർത്ഥനയും അനുശോചനവും ഞാൻ അറിയിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പ്രാർത്ഥനാപൂർവമായ അനുശോചനവും ബന്ധവും അറിയിക്കുന്നു. ഈ പിതാവിനെ നൽകിയ ദൈവത്തോട് നന്ദി പറയും. നിങ്ങളെല്ലാവരും ഫ്രാൻസിസ് പാപ്പായെക്കുറിച്ച് എപ്പോഴും പുലർത്തിയിരുന്ന ഒരു മഹത്വമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ഒരു പ്രത്യാശയുടെ വരകളും കുറികളും ഒക്കെയുണ്ട്. അതിനെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പായെ അറിയാത്തവരും ഫ്രാൻസിസ് പാപ്പായുടെ മനുഷ്യവീക്ഷണത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടില്ലാത്തവരും ഒക്കെ പുലർത്തിയിട്ടുള്ള അദ്ദേഹത്തോടുള്ളൊരു മാന്യത അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹം കൊണ്ടാണെന്നറിയാം. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിന് വേണ്ടി
നിങ്ങൾ മീഡിയ പ്രവർത്തകരായ നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി, സ്നേഹം അറിയും.